നമസ്കാരം. ഞെട്ടേണ്ട ആവശ്യമില്ല. ഒരു എസ്റ്റിമേറ്റ് തുക മാത്രമാണ്, അല്ലാതെ അത് ചെലവഴിച്ച തുകയല്ല എന്നുള്ള വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ചെലവഴിച്ച തുകയല്ല എന്നുണ്ടെങ്കിൽ ഈ ബെയിലി പാലം എന്നത് കൊണ്ടുവരുമെന്ന് സർക്കാരിന് നേരത്തെ അറിയില്ലായിരുന്നല്ലോ. അപ്പൊ പാലം ഉണ്ടായതിനു ശേഷമാണല്ലോ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ 1 കോടി അങ്ങനെ. ഈ ഫുഡ് എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗ് ഈ ഫുഡ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സർക്കാരിന് നേരത്തെ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ ഫുഡ് കൊടുത്തു, പിന്നെ എന്തിനാ അവരെ ഓടിച്ചു വിട്ടത്? അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് എന്നുള്ളതല്ല വിഷയം. ഇത്ര രൂപ അടിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അതിൽ കുറച്ചെണ്ണം നടപ്പിലാക്കിയതും ഇനി നടപ്പിലാക്കാനുള്ളതുമായിട്ടുള്ള ഒരു കൊട്ടക്കണക്കിന്റെ ആ രൂപമാണ് നമ്മൾ കാണുന്ന ആ വലിയ PDF. അതെല്ലാം കൂടി ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം എല്ലാം കൂടെ പണിയാണ്. ഞാൻ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കിട്ടും. എൻ്റെ ലിങ്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ എവിടെയെങ്കിലും കൊടുക്കാൻ നോക്കാം. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ കയറി നോക്കി അപ്പം മനസ്സിലാവും. ഇവിടെ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞത്, അവിടെ മരണപ്പെട്ടവരുടെ കണക്ക് വെച്ചിട്ട് ഒരാൾക്ക് 75,000 രൂപ വെച്ച് അടിച്ചു മാറ്റാൻ ഒരു പ്ലാൻ ഉണ്ടായി എന്നുള്ളതാണ്. ഈ സന്നദ്ധ പ്രവർത്തകരുടെ വരവും ചെലവും അതിന്റെ കൂലിയും ഒക്കെ കണക്കിൽ വരുന്നുണ്ട്. സത്യത്തിൽ അവിടെ സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തത് 1 രൂപ പോലും കൂലി വാങ്ങാതെ, 5 നയാ പൈസ വാങ്ങാതെ പങ്കെടുത്തേ. ഈ മരണപ്പെട്ടവരുടെ ശരീരം മറവ് ചെയ്യാനുള്ള സ്ഥലം വിട്ടുകൊടുത്തത് സർക്കാർ വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണോ, അതോ വേറെ എങ്ങനെയും ആണോ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? എന്റെ അറിവിൽ ഒരു എസ്റ്റേറ്റ് ഉടമ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ സ്ഥലം കൊടുത്തു, അവിടെ സംസ്കരിച്ചു. കുഴി കുത്തിയതാരാ? സന്നദ്ധ സേവകര്. കുഴിച്ചു മൂടിയതാരാ? സന്നദ്ധ സേവകര്. എല്ലാം സന്നദ്ധ സേവകര്. പൈസ ചെലവില്ല അതിനൊന്നും. അതായത് വാളണ്ടിയർ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഓടിയത്. അതിന് ഓടിയ ആംബുലൻസോ, അതും ചില സംഘടനകളുടെ ആംബുലൻസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചെലവൊന്നുമില്ല. എന്നിട്ടും ഒരു ബോഡിക്ക് 75,000 രൂപ വില കെട്ടിയത് എന്തിനാണ്? നിങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു, ഓക്കെ. എസ്റ്റിമേറ്റ് ഒരു ബോഡിക്ക് 75,000 രൂപ വില കെട്ടിയത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ അത് തിരുത്തിയിട്ടല്ലേ കോടതിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ദുരിതാശ്വാസത്തിന്റെ ആ പണം നേരത്തെ സർക്കാർ പറഞ്ഞെടുക്കും, പിണറായി പറഞ്ഞതിന്റെ കാര്യം ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ആ പണം എവിടെയും പോകില്ല, എങ്ങോട്ടും പോകില്ല, അത് എത്തേണ്ട അടുത്ത് തന്നെ എത്തുമെന്ന്. അത് എത്തേണ്ട അടുത്ത് തന്നെ എത്തിയെന്നാണ് ജനം പറയുന്നത്. അത്രേ ഉള്ളൂ. 359 മൃതദേഹങ്ങളാണ് സർക്കാരിന്റെ കണക്ക് പ്രകാരം ഈ വിധത്തിൽ സംസ്കരിച്ചെന്ന് പറയുന്നു. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി 2,76,00,000 രൂപ, അതായത് ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച് ചെലവായി എന്നാണ് പറയുന്നത്. സാറേ, ഇത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടേ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് എസ്റ്റിമേറ്റ് ആയാലും, ഇനി എസ്റ്റിമേറ്റ് തന്നെ കൂട്ടിക്കോ, ഈ ഒരു ബോഡി സംസ്കരിക്കാൻ വേണ്ടി 75,000 രൂപ ചെലവുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കോവിഡ് കാലത്ത് അങ്ങനെയാണെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് കുഴിച്ചുമൂടിയതിന്റെ ബില്ല് എത്ര വാങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെയാണോ ഈ സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലാതെ പോയത്? നമ്മൾ ഈ സാധാരണ ഒരു കോവിഡ് ആയാലും എന്തായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡിയിൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ലെന്നാണ്. അത് നല്ലവണ്ണം കെട്ടിപ്പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത്. അത് അതേപടി ആ വീട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സംസ്കരിച്ചോളും, പ്രോട്ടോകോളൊക്കെ അവർ നോക്കിക്കോളും. പക്ഷെ അത് പറ്റൂല. JCBക്ക് മാന്തി തന്നെ കുഴിച്ചിടണം. പലതും ആ കുഴീന്റെ മുകളിൽ വെച്ചിട്ട് തട്ടിയിട്ട ചരിത്രം പോലും ഉണ്ട്. എന്നിട്ട് മണ്ണിട്ട് മൂടുക, പലകെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യാതെ മൂടുക. ഇനി അങ്ങനെ മൂടപ്പെട്ടതിൽ എത്ര എണ്ണത്തിന് കിഡ്നി ഉണ്ട്, എത്ര എണ്ണത്തിന് ലിവറുണ്ട്, എത്ര എണ്ണത്തിന് ഹൃദയമുണ്ടെന്ന് ദൈവത്തിന് അറിയാം. എന്തായിരുന്നു അതിന്റെ പിന്നിലെ അജണ്ട എന്നുള്ളത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അന്ന് കുഴിച്ചു മൂടിയതിന് എത്ര രൂപ ഇതുപോലെ മാന്തിയിട്ടുണ്ടാവുന്നതാണ്. അന്നത് ചിന്തിച്ചിട്ടില്ല നമ്മൾ. ഖജനാവിന് എത്ര മാന്തിയിട്ടുണ്ടാവും ചിന്തിക്കുന്നത്. ഇവിടെ ആ 359 മൃതദേഹങ്ങൾക്ക് 2,76,00,000, അതായത് ഒരു മൃതദേഹത്തിന് 75,000 വെച്ചിട്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു അടിച്ചു മാറ്റലല്ലേ സാറേ? ആണോ? നിങ്ങൾ പറയേ. പിന്നെന്താ പറയുന്ന യൂസർ കിറ്റ്, ഓരോ വാളണ്ടിയർക്കും യൂസർ കിറ്റ് കൊടുത്തത്രേ. പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വാളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98,00,000. 5,000 പേർക്ക് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏതാണ്ട് 6,000 രൂപ വെച്ച് വരുന്നുണ്ട് സെറ്റ്. 5,000 പേർക്ക് കൊടുത്താൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കണക്ക് കേട്ടോ. ഏറ്റവും രസകരമായ മറ്റൊരു കണക്ക് കൂടി ഇവിടെ വരുന്നുണ്ട്. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപ. എന്താ ഈ ജനറേറ്ററിൽ ഒഴിക്കുന്നത്? സ്വർണം കലക്കിയ ലായനി വല്ലതും ആണോ? 17 ക്യാമ്പുകളിൽ 30 ദിവസത്തേക്കുള്ള ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപ. എന്താ, ജനറേറ്റർ വാടകയ്ക്കെടുത്താണോ വാങ്ങിയതാണോ? ഇതിനകത്ത് പരുന്നത് എന്താണ്? എന്ത് സംഭവം? കോടികളുടെ കണക്ക് തന്നെയുള്ളൂ. പിന്നീടും ഈ ഹെവി എക്യുപ്മെന്റ് JCB, ഹിറ്റാച്ചി, ക്രൈൻ അവയ്ക്ക് 15 കോടി. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനുള്ള ചെലവ് 8 കോടി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചെലവ് 11 കോടി. എന്റെ പൊന്നാര ഹബീബിങ്ങളെ, ഇതിനൊക്കെ ബില്ല് വല്ലതും ഉണ്ടോ?
ഈ ബില്ലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ? ഇത് എസ്റ്റിമേറ്റ് ആണോ അതോ പിന്നെ ഒരു ചെലവായ ബില്ലാണോ? എസ്റ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവുമെന്നും ആ ദുരന്തത്തിൽ ഇത്ര ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിലാവുമെന്നും ഇത്ര ജനറേറ്റർ വേണമെന്നും ഇത്ര JCB വേണ്ടി വരും എന്നൊക്കെ മുൻകൂട്ടി ത്രികാലജ്ഞാനിയായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി കണക്കൂട്ടി വെച്ചതാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 17 കോടി കൊടുത്തായിട്ട് എയർലിഫ്റ്റിംഗ് ചാർജ് ആയിട്ട് എത്ര പേരെ രക്ഷിച്ചു, എത്ര കോടി കൊടുത്തു, ദൈവത്തിനറിയാം. ഏതായാലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലം വിട്ടുകൊടുത്തതിൽ കൂട്ടി അവിടെ കുഴി കൊത്തിയത് അവിടുത്തെ സന്നദ്ധ സംഘടനയിലുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാർ, വണ്ടി ഓടിയത് ആംബുലൻസ് സംഘടനകൾ അതുപോലെയുള്ളവർ, വാളണ്ടിയർ ആയത് എല്ലാ സംഘടനയുണ്ട്, വിത്ത് DYFI അടക്കമുള്ള എല്ലാവരും ഉണ്ട്. അവരാരും കാശൊന്നും വാങ്ങിയില്ല. എന്നിട്ടും മറവ് ചെയ്യാൻ ഒരു ശരീരത്തിന് 75,000 രൂപ എങ്ങനെ ആയി എന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്.